ഇന്നത്തെ റെസിപ്പി പിസയാണ്. ഓവൻ യൂസ് ചെയ്യാതെ ഫ്രൈങ് പാനിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിസ്സ 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. പിസ്സ ബേസ്, പിസ്സ സോസ് ആൻഡ് ടോപ്പിങ്സ്. അപ്പോൾ പിസ്സ ബേസ് എന്ന് പറയുന്നത് ആ ക്രസ്റ്റാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ ഓയിൽ, കുറച്ച് ഉപ്പ്, പിന്നെ ഇത് കുഴയ്ക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്ക് പിസ്സ സോസിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 പഴുത്ത തക്കാളി, 1 വലിയ ഉള്ളി, 4 ചുവന്ന മുളക്, 10 അല്ലി വെളുത്തുള്ളി, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഒരിഗാനോ എനിക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക. പിസ്സൻ്റെ ടോപ്പിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കുക, പക്ഷേ ചീസ് മസ്റ്റാണ്. 100 ഗ്രാം മോസറല്ല ചീസ്, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് 250 ഗ്രാം ഫ്രൈഡ് ചിക്കൻ, 1 ക്യാപ്സിക്കും, 1 വലിയ ഉള്ളിയും. അപ്പം നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം അതിൻ്റെ ബേസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദ, ബേക്കിംഗ് സോഡ, ഓയിൽ, ഉപ്പ് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. ഇനി ഇതൊരു 2 മണിക്കൂറോളം ഒന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കണം. മൈദമാവ് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് വെളുത്തുള്ളി, വലിയ ഉള്ളി, തക്കാളി, വറ്റൽമുളക് ഇതെല്ലാം കൂടെ ഒരു പാനിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇത് നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വയ്ക്കുക. ഇനി ഇതെല്ലാം ഒരു മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ തക്കാളി ചേർക്കുമ്പം അതിൻ്റെ തൊലി റിമൂവ് ചെയ്യുക. പിന്നെ ഉള്ളിലുള്ള കുരുവും കൂടെ കളഞ്ഞിട്ട് വേണം തക്കാളി അരയ്ക്കാനായിട്ട് ചേർക്കാൻ. അങ്ങനെ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ പ്യൂരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം വേവിക്കുക. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഒറിഗാനോ ഇടുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണത് ചേർക്കേണ്ടത്. 4 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് നല്ല റെഡ് കളറുള്ളൊരു തിക്ക് പേസ്റ്റായിട്ട് മാറും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി നമുക്ക് ടോപ്പിങ്സിനായിട്ടുള്ള ചിക്കൻ പൊരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാരിനേറ്റ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുക. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് കാണിക്കുന്നത്. ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ 1/4 ടീസ്പൂൺ സോയ സോസും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു പാനിൽ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ തടവുക. എന്നിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മൈദ മാവ് ഈ പാനിൻ്റെ അതേ സൈസിൽ കൈ വെച്ചിട്ട് പരത്തിയെടുക്കുക. പരത്തി കഴിഞ്ഞാൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. ചപ്പാത്തിയൊക്കെ പൊള്ളി വരുന്ന പോലെ വരാതിരിക്കാനാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. ഇതൊരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് ഇതിന് മേലെ ഒഴിച്ചിട്ട് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ സോസിൻ്റെ മേലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ചിക്കൻ ചേർക്കുക. ക്യാപ്സിക്കം കുറച്ച് നീളത്തിൽ മുറിക്കുക. എന്നിട്ട് അതും ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇനി വലിയ ഉള്ളി മുറിച്ചതും ചേർത്ത് കൊടുക്കുക.
ബാക്കിയുള്ള ചീസും ചിക്കനും ഉള്ളിയും ക്യാപ്സിക്കും എല്ലാം ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ചീസ് നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ പിസ്സ റെഡിയായി എന്നാണ് അർത്ഥം. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഓവനിൽ ബേക്ക് ചെയ്യുന്ന പിസ്സൻ്റെ സെയിം ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്